Good morning, students. Today we are going to discuss the topic approaches to theory building. In last class we have discussed the topic theory and theory building. എന്തായിരുന്നു ഒരു തിയറി എന്ന് പറഞ്ഞാൽ? തിയറി സിംപ്ലി മീൻസ് അബ്സ്ട്രാക്ട് നോളജ് ഓർ ഐഡിയ അബൌട്ട് സംതിങ് അല്ലേ? നമ്മൾ പറഞ്ഞു തിയറിക്ക് ഒരു റിസർച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. ഒരു തിയറിയിൽ നിന്നാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ തിയറിയിലാണ് ഒരു റിസർച്ച് എൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഒരു റിസർച്ചിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു തിയറിയിൽ നിന്നാണ്. നമ്മൾ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റിൽ നിന്നായിരിക്കും നമുക്കൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ആ തിയറി ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നൊരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രോബ്ലത്തിനുള്ള റിസൾട്ട് കണ്ടെത്തി ദെൻ ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നതും എന്തിലാണ്? ഒരു തിയറിയിലാണ് അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ചസ് ടു തിയറി ബിൽഡിംഗ് ആണ്. ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ തിയറി ബിൽഡിംഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ, ഇൻഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ അപ്രോച്ചസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഓർ ഫ്രം ജനറൽ ടു സ്പെസിഫിക് അപ്രോച്ച്. ഇറ്റ് ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് തിയറി. നമ്മൾ മെയിൻലി ഡിഡക്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് ഒരു എക്സിസ്റ്റിംഗ് തിയറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഡക്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ഫ്രം എ തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് ജനറലായ അല്ലെങ്കിൽ ബൃഹത്തായ ഒരു കൺസെപ്റ്റിൽ നിന്നും സ്പെസിഫിക് കൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു അപ്രോച്ചാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു റിസർച്ചർ ഡിഡക്ഷൻ അപ്രോച്ച് ആണ് ഒരു റിസർച്ചിൽ സ്വീകരിക്കുന്നത് എങ്കിൽ ഹി സ്റ്റാർട്ട്സ് ഫ്രം എ തിയറി. അദ്ദേഹം എന്ത് ചെയ്യും? ഒരു തിയറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ കളക്ട് ഇൻഫർമേഷൻ ആൻഡ് ഹി ട്രൈസ് ടു പ്രൂവ് ദാറ്റ് തിയറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫർമേഷൻ. അദ്ദേഹം ആ കളക്ട് ചെയ്ത ഇൻഫർമേഷനിലൂടെ ആ തിയറി എന്താണോ ആ തിയറി പ്രൂവ് ചെയ്യാൻ, കറക്റ്റാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. Then a reasoning process of applying generally accepted principle, logically moving from a general rule or principle to a specific solution. Actually ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റീസണിങ് പ്രോസസ്സാണ്. ഇവിടെ റിസർച്ചർ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻഡിവിജ്വൽ കേസ് എടുക്കും. ആ ഇൻഡിവിജ്വൽ കേസിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. ദെൻ ആ ഇൻഡിവിജ്വൽ കേസിലൂടെ ഈ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറി കറക്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ റിസർച്ചർ ചെയ്യുന്നത്. സിംപ്ലി ഡിഡക്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എക്സിസ്റ്റിംഗ് തിയറി, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു തിയറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ തിയറി പ്രൂവ് ചെയ്യാണ് കറക്റ്റാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് അദ്ദേഹം സ്യൂട്ടബിൾ സാമ്പിൾസിലൂടെ, ഒരു റിസർച്ചർ സ്യൂട്ടബിൾ സാമ്പിൾസിലൂടെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഒരു ഡെഫിനിഷനാണ്. അരിസ്റ്റോട്ടിൽ, എ ഗ്രീക്ക് ഫിലോസഫർ, ഡിസ്ക്രൈബ്ഡ് ഡിഡക്ഷൻ ആസ് drawing conclusion by applying rules or principles, logically moving from a general rule or principle to a specific solution. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ജനറൽ കൺസെപ്റ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, ഡിഡക്ഷൻ അപ്രോച്ചിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഡക്ഷൻ അപ്രോച്ചിൻ്റെ ഒരു ഡയഗ്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് തിയറി, ദെൻ ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ ആൻഡ് കൺഫർമേഷൻ. നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് അല്ലേ? ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് അപ്രോച്ചാണ്. ഈ കേസിൽ ഒരു ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി, ആ തിയറിയാണ് റിസർച്ചർ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ആ തിയറിയിൽ നിന്ന് ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്,
ഹൈപ്പോത്തസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ തിയറിയിൽ നിന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു തിയറിയിൽ നിന്ന് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. ദെൻ ആ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ആ തിയറി കറക്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് മെയിൻലി ഒബ്സർവേഷനിലൂടെയാണ്. അതാണ് തേർഡ് സ്റ്റെപ്പ്, ഒബ്സർവേഷൻ. ഹിയർ ദ റിസർച്ചർ ഹാസ് ടു കളക്ട് ഡാറ്റ ആൻഡ് ഹി കളക്ട് ദ ഡാറ്റ മെയിൻലി ത്രൂ ഒബ്സർവേഷൻ. ആഫ്റ്റർ ദാറ്റ് the researcher confirmed that the theory which is true. ഇവിടെ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം റിസർച്ചർ ആ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്ത് അദ്ദേഹം പ്രൂവ് ചെയ്യാണ് ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറി ട്രൂ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിനെയാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിഡക്ഷൻ അപ്രോച്ചിലെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂ തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല, അതിലുപരി ഒരു എക്സിസ്റ്റിംഗ് തിയറിയെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിസ്റ്റിംഗ് തിയറിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സിസ്റ്റിംഗ് തിയറി കറക്റ്റ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഡിഡക്ഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ഡിഡക്ഷൻ അപ്രോച്ചിൽ വരുന്ന 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് രാജു ഈസ് ആൻ അഡൾട്ട്, ദെൻ ഓൾ അഡൾട്ട്സ് ആർ എലിജിബിൾ ടു വോട്ട്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. രാജു ഒരു അഡൾട്ടാണ്, അതുപോലെ തന്നെ എല്ലാ അഡൾട്ടും എന്താണ്? വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേരാം? രാജു ഈസ് എലിജിബിൾ ടു വോട്ട്. അതായത് ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ റിസൾട്ടിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് എ ഈക്വൽസ് ബി ആൻഡ് ബി ഈക്വൽസ് സി. എ ഈക്വൽസ് ബി ആണ്, ബി ഈക്വൽസ് സി ആണ്. നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേരാം? ദെർഫോർ എ ഈക്വൽസ് സി. ഇങ്ങനെ ജനറലിൽ നിന്ന് ഒരു സ്പെസിഫിക് റിസൾട്ടിലേക്ക് വരുന്നതിനെയാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റൊണാൾഡോ ഈസ് എ ഫുട്ബോൾ പ്ലെയർ, ദെൻ ഓൾ ഫുട്ബോൾ പ്ലെയേഴ്സ് വെയ് മോർ ദാൻ 60 kg. റൊണാൾഡോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സും മോർ ദാൻ 60 kg വെയിറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേരുക? റൊണാൾഡോ വെയ്സ് മോർ ദാൻ 60 kg അല്ലേ? റൊണാൾഡോയുടെ വെയിറ്റ് എന്തായിരിക്കും? 60 kgയിൽ കൂടുതലായിരിക്കും. ഇത് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല കേട്ടോ. ഇതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു തിയറി പ്രൂവ് ചെയ്യുമ്പം അത് എല്ലാ സമയത്തും കറക്റ്റ് ആകണമെന്നില്ല. ഇത് നമ്മൾ ജനറലിൽ നിന്നൊരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്താണ്. റൊണാൾഡോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, നമുക്കറിയുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ജനറലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും വെയിറ്റ് വരുന്നത് മോർ ദാൻ 60 kg ആണ്. സോ അതുകൊണ്ട് റൊണാൾഡോയുടെ വെയിറ്റും എന്തായിരിക്കും? മോർ ദാൻ 60 kg ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡക്ഷൻ അപ്രോച്ച്. ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡക്റ്റീവ് റീസണിംഗ് ഓർ ലോജിക്. ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് ഓർ സ്പെസിഫിക് ടു ജനറൽ. ഇൻഡക്ഷൻ അപ്രോച്ച് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഓർ ഇൻഡിവിജ്വൽ കേസിൽ നിന്ന് ജനറലൈസേഷനിലേക്ക് വരുന്ന ഒരു അപ്രോച്ചിനെയാണ് ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഹിയർ the researchers studying several individual cases and drawing a generalization. അതായത് several individual cases, ഒരു റിസർച്ചർ സെവറൽ ഇൻഡിവിജ്വൽ കേസസ് അല്ലെങ്കിൽ സാമ്പിൾസ് എടുക്കും. ദെൻ ആ സാമ്പിൾസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അവ അനലൈസ് ചെയ്ത് ആ ഫൈൻഡിങ്സിലൂടെ ആ സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോപ്പുലേഷനെ കുറിച്ച് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരാനാണ് റിസർച്ചർ ഇവിടെ ട്രൈ ചെയ്യുന്നത്. സ്പെസിഫിക് ഫാക്ട്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ
the facts and allows prediction of future knowledge. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റിസർച്ചർ എന്താ ചെയ്യുന്നത്, സ്പെസിഫിക് കേസസ് എടുക്കും. ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ കേസസ് എടുക്കും. ദെൻ ആ ഇൻഡിവിജ്വൽ കേസിലൂടെ ആ ഇൻഡിവിജ്വൽസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് അതിലെ ഡിഫറെൻറ്റ് ഫാക്ട്സ് അല്ലെങ്കിൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഫ്യൂച്ചർ നോളജ് അല്ലെങ്കിൽ ഫ്യൂച്ചർ തിയറി ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ റിസർച്ചർ ചെയ്യുന്നത്. In inductive reasoning, we begin with specific observations and measures, begin to detect patterns and regularities, formulate some tentative hypothesis that we can explore, and finally end up developing some general conclusions or theories. Generally, this method is followed when new facts are studied. Inductive reasoningil ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിലൂടെയാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിലെ വാരിയബിൾസ് എല്ലാം അല്ലെങ്കിൽ ഫാക്ട്സ് എല്ലാം തന്നെ റിസർച്ചർ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്യും. ദെൻ അതിൽ നിന്ന് ഒരു ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. ദെൻ ആ ഹൈപ്പോത്തസിസ് സ്യൂട്ടബിൾ സാമ്പിൾസ് യൂസ് ചെയ്ത് സ്യൂട്ടബിൾ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ആക്ച്വലി ഇൻഡക്ഷൻ അപ്രോച്ചിൽ ഒരു റിസർച്ചർ ചെയ്യുന്നത്. ജനറലി ഇൻഡക്റ്റീവ് റീസണിങ് യൂസ് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഫോർ ഡെവലപ്പിംഗ് എ ന്യൂ തിയറി. മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്റ്റീവ് റീസണിങ് മെയിൻലി യൂസ് ചെയ്യുന്നത്. Then in induction we observe some happening, detect a pattern and draw conclusion. ഇൻഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും, അതിൽ നിന്ന് നമ്മളൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യും. ദെൻ ആ പാറ്റേണിലൂടെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഫോർ സാറ്റിസ്ഫാക്ടറി ഇൻഡക്ഷൻ. ഒരു റിസർച്ചർ ഇൻഡക്ഷൻ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ റിസർച്ചർ ഹാസ് ടു ഫോളോ സർട്ടൻ കണ്ടീഷൻസ്, ദെൻ ഓൺലി ഹി ഗെറ്റ്സ് ദ കറക്റ്റ് റിസൾട്ട്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോംഡ് ആൻഡ് റെക്കോർഡഡ്. ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി ആക്യുറേറ്റ്. ഇവിടെ റിസർച്ചർ സർട്ടൈൻ കേസസിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കേസസിൻ്റെ ബേസിലാണ് ആ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ കേസ് ഏത് പോപ്പുലേഷനിലാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടെ പറയാം, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അഗ്രിഗേറ്റ് ആണ് അല്ലേ. എന്തിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് അതിൻ്റെ ടോട്ടൽ അഗ്രിഗേറ്റിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആ അഗ്രിഗേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇൻഡക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡാറ്റ റെക്കോർഡിംഗ് എല്ലാം തന്നെ കറക്റ്റ്ലി പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കണം, ആക്യുറേറ്റ് ഡാറ്റ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഒബ്സർവേഷൻ മസ്റ്റ് കവർ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഡ്രോൺ ഫ്രം എ സ്പെസിഫിക് യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേസസ് ആയിരിക്കണം റിസർച്ചർ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഒരു യൂണിവേഴ്സിൻ്റെ അപ്രോപ്രിയേറ്റ് സാമ്പിൾ ആയിരിക്കണം നമ്മൾ ഡാറ്റ സ്റ്റഡിക്ക് അല്ലെങ്കിൽ ഒരു റിസർച്ചർ സ്റ്റഡിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ദെൻ തേർഡ് വൺ, ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻ ആഡിക്വേറ്റ് നമ്പർ ഓഫ് കേസസ്. ആഡിക്വേറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ, ഒരു റിസർച്ചറിൻ്റെ സ്റ്റഡിയിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ദെൻ ഫോർത്ത് വൺ, കൺക്ലൂഷൻ മസ്റ്റ് ബി കൺഫേംഡ് ടു ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദി ഫൈൻഡിങ്സ്. ആ റിസർച്ചർ കണ്ടക്ട് ചെയ്ത സ്റ്റഡിയുടെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആ റിസർച്ചറിൻ്റെ കൺക്ലൂഷൻ.
അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെയോ മറ്റും ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻ ആകരുത്. എന്താണോ അയാൾക്ക് ആ റിസർച്ചറിന് അയാൾ സ്റ്റഡി ചെയ്ത് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കണം. അല്ലാതെ നമുക്കൊരു പേഴ്സണൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനത്തെ ആ നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനല്ല ഒരു സ്റ്റഡിക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കേണ്ടത്. നമ്മുടെ ആക്ച്വൽ ഫൈൻഡിങ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം കൺക്ലൂഷൻ. ഇൻഡക്ഷൻ അപ്രോച്ചിൽ കൺക്ലൂഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. ചില സമയങ്ങളിൽ തെറ്റായിട്ടുള്ള കൺക്ലൂഷനും വരാറുണ്ട്. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, സോക്രട്ടീസ് വാസ് ഗ്രീക്ക്, മോസ്റ്റ് ഗ്രീക്സ് ഈറ്റ് ഫിഷ്. ഇവിടെ premise 1, premise 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. premise എന്ന് ഉദ്ദേശിക്കുന്നത് റീസൺ എന്നാണ്. ഇതിൽ പറയുന്നത് എന്താ? സോക്രട്ടീസ് വാസ് ഗ്രീക്ക്. സോക്രട്ടീസ് എന്ന് പറയുന്ന ആൾ ഒരു ഗ്രീക്കുകാരനായിരുന്നു. മോസ്റ്റ് ഗ്രീക്സ് ഈറ്റ് ഫിഷ്. മോസ്റ്റ് ഓഫ് ദി ഗ്രീക്സ് എന്ത് ചെയ്യും? ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. സോ എങ്ങനെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം? ദെർഫോർ സോക്രട്ടീസ് എയ്റ്റ് ഫിഷ്. അതുകൊണ്ട് സോക്രട്ടീസും എന്ത് കഴിച്ചിട്ടുണ്ടാകും? ഫിഷ് കഴിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ളൊരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് കറക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല, ഇത് റോങ് ആവാനും ചാൻസ് ഉണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഫിഷ് കഴിക്കാത്ത ഒരാളായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇൻഡിവിജ്വൽ കേസിൽ നിന്ന് ഒരു ജനറൽ കൺസെപ്റ്റിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. Then another example, I saw a raven in black color and other ravens seen by me were also black in color. ഇവിടെ 2 premises തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഐ സോ എ റേവൺ ഇൻ ബ്ലാക്ക് കളർ. ഞാനൊരു കറുത്ത കാക്കയെ കണ്ടു. ദെൻ അതർ റേവൺ സീൻ ബൈ മീ വർ ഓൾസോ ബ്ലാക്ക് ഇൻ കളർ. ഞാൻ കണ്ടിട്ടുള്ള മറ്റു കാക്കകളും എന്ത് കളറാണ്? ബ്ലാക്ക് കളറാണ്. സോ എന്ത് കൺക്ലൂഷനിലെത്താം? അതുകൊണ്ട് ഞാൻ പറയാണ് എല്ലാ കാക്കകളും ബ്ലാക്ക് കളറാണ്. സോ ഓൾ റേവൻസ് ആർ ദെർഫോർ ബ്ലാക്ക്. ഇങ്ങനെ സ്പെസിഫിക് കേസിൽ നിന്ന് ഒരു ജനറൽ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇൻഡക്ഷൻ അപ്രോച്ചിൽ വരിക. ഇൻഡക്ഷൻ അപ്രോച്ചിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. സ്പെസിഫിക് ഓർ ഇൻഡിവിജ്വൽ കേസിൽ നിന്ന് ജനറലൈസേഷനിലേക്കാണ് റിസർച്ചർ പോകുക. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡെവലപ്പിംഗ് എ തിയറി. ഇവിടുത്തെ സ്റ്റെപ്പ് വരുന്നത് ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ, പാറ്റേൺ, ഹൈപ്പോത്തസിസ്, തിയറി. ഇവിടെ നമ്മൾ ആദ്യം ഒരു കാര്യം ഒബ്സർവ് ചെയ്യും. ദെൻ അതിൻ്റെ പാറ്റേൺ എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം ആ കൺസെപ്റ്റിൽ നിന്ന്, ആ പാറ്റേണിൽ നിന്ന് ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. നമ്മൾ മീൻസ് റിസർച്ചർ സെറ്റ് ചെയ്യും. ദെൻ ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സിലൂടെ ഒരു തിയറി ബിൽഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇൻഡക്ഷൻ അപ്രോച്ചിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യും. ദെൻ അതിൻ്റെ പാറ്റേൺ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം അതിൽ നിന്നൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് എന്താണോ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക. ഡിഡക്ഷൻ അപ്രോച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത് പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, നമുക്കിവിടെ ഒരു സെയിം എക്സാമ്പിളിലൂടെ ഇൻഡക്ഷനും ഡിഡക്ഷനും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത് പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം നമുക്ക് ഇൻഡക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഒബ്സർവേഷൻ അല്ലേ? സോ ഈ കേസിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, എ ലോ കോസ്റ്റ് എയർലൈൻ ഫ്ലൈറ്റ് ഈസ് ഡിലേഡ്. ഒരു ഒബ്സർവേഷനിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ലോ കോസ്റ്റ് വരുന്ന എയർലൈൻ ഫ്ലൈറ്റ് എല്ലാം തന്നെ ഡിലേ ആണ് എന്നുള്ളത്. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യണം. അതിന് നമ്മളൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അനദർ 20 ഫ്ലൈറ്റ്സ് ഫ്രം ലോ കോസ്റ്റ് എയർലൈൻസ് ആർ ഡിലേഡ്. ഒരു പാറ്റേൺ നമ്മൾ കണ്ടെത്തിയതാണ്. അനദർ 20 ഫ്ലൈറ്റ്സ്, മറ്റ് നമ്മളൊരു 20 ഫ്ലൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. അത് ഒബ്സർവ് ചെയ്ത സമയത്തും നമുക്ക് മനസ്സിലായി അതും ഡിലേ ആയിട്ടാണ് പോകുന്നത്. ദെൻ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യും. അത്
ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമ്മളൊരു തിയറി ഫോം ചെയ്യാണ്. ലോ കോസ്റ്റ് എയർലൈൻസ് ഓൾവേസ് ഹാവ് ഡിലേയ്സ്. ലോ കോസ്റ്റ് എയർലൈൻസ് എപ്പോഴും തന്നെ എന്താകും? ഡിലേ ആകും. അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം ഒബ്സർവ് ചെയ്തു. ദെൻ ആ ഒബ്സർവേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരുപാട് അല്ലെങ്കിൽ ഒരു 20 ഫ്ലൈറ്റും കൂടെ ഒബ്സർവ് ചെയ്തു. ദെൻ അതിൽ നിന്ന് ആ പാറ്റേൺ എങ്ങനെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ദ ലോ കോസ്റ്റ് ഫ്ലൈറ്റ്സ് ഹാവ് ഡിലേഡ് എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ ആ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലെത്തി. ലോ കോസ്റ്റ് എയർലൈൻസ് ഓൾവേസ് ഹാവ് ഡിലേയ്സ്. ദെൻ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യുക? ഡിഡക്ഷൻ അപ്രോച്ച്. സോ ഡിഡക്ഷൻ അപ്രോച്ചിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലേ, വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് തിയറി. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു തിയറിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തിയറി ലോ കോസ്റ്റ് എയർലൈൻസ് ഓൾവേസ് ഹാവ് ഡിലേയ്സ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഹൈപ്പോത്തസിസ്. ദ റിസർച്ചർ ഹാസ് ടു ഫോർമുലേറ്റ് എ ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ ആൻ എക്സിസ്റ്റിംഗ് തിയറി. എക്സിസ്റ്റിംഗ് തിയറിയെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ്, സെറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ്, ഇഫ് പാസഞ്ചേഴ്സ് ഫ്ലൈ വിത്ത് എ ലോ കോസ്റ്റ് എയർലൈൻ ദെൻ ദേ വിൽ ഓൾവേസ് എക്സ്പീരിയൻസ് ഡിലേയ്സ്. പാസഞ്ചേഴ്സ് ലോ കോസ്റ്റ് എയർലൈൻസിലാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ അവരെപ്പോഴും ഡിലേ ആയിരിക്കും. ദെൻ നമ്മൾ ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുക? മെയിൻലി ഒബ്സർവേഷൻ. സോ വി ഹാവ് ടു കളക്ട് ദ ഡാറ്റ ടു ടെസ്റ്റ് ദി ഹൈപ്പോത്തസിസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു. ലോ കോസ്റ്റ് എയർലൈൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്തു. ദെൻ നമ്മൾ കൺഫേം ചെയ്യാണ്. കൺഫർമേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇങ്ങനെയാണ്: 5 out of 100 ഫ്ലൈറ്റ്സ് ഓഫ് ലോ കോസ്റ്റ് എയർലൈൻസ് ആർ നോട്ട് ഡിലേഡ്, റിജക്ട് ഹൈപ്പോത്തസിസ്. അതായത് നമ്മളൊരു 100 ഫ്ലൈറ്റ്സിൻ്റെ ഡാറ്റയാണ് കളക്ട് ചെയ്തത് എന്ന് കരുതാം. ആ 100 ഫ്ലൈറ്റ്സിൻ്റെ കേസിൽ 5 ലോ കോസ്റ്റ് ഫ്ലൈറ്റ് ഡിലേ അല്ല, അങ്ങനെയാണ് നമുക്ക് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തിയറി, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറി എടുത്തു. ദെൻ അതിനുശേഷം ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തു. ആ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒബ്സർവേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്തു. ദെൻ നമ്മൾ അതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ 5 ഫ്ലൈറ്റ് ഡിലേ അല്ല എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് റോങ് ആണ്. സോ വി ഹാവ് ടു റിജക്റ്റ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷനിലൂടെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതും ഡിഡക്ഷനിലൂടെ ആ തിയറി കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഫസ്റ്റ് വൺ, ഇൻഡക്ഷനിൽ തിയറീസ് ആർ ഡെവലപ്ഡ് ഫ്രം സം സ്പെസിഫിക് ഒബ്സർവേഷൻസ്. സെർട്ടൈൻ സ്പെസിഫിക് ഒബ്സർവേഷനിലൂടെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഡിഫറൻസിൽ വരുന്നത്. ദെൻ ഡിഡക്ഷനിൽ എങ്ങനെയാണ്? സ്റ്റാർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് തിയറി ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് പ്രൂഫ്. ഇവിടെ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഒബ്സർവ് ചെയ്ത് ആ തിയറി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യും. ഇൻഡക്ഷനിൽ നമ്മൾ ഒരു തിയറി, ഒബ്സർവേഷനിലൂടെ നമ്മളൊരു തിയറിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓപ്പൺ എൻഡഡ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്, പെർട്ടിക്കുലർലി അറ്റ് ദ ടൈം ഓഫ് ബിഗിനിങ്. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ആണ്, ഓപ്പൺ എൻഡഡ് ആണ്. മെയിൻലി ഏത് സമയത്ത്? ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഡിഡക്ഷൻ റീസണിങ് ഈസ് സ്പെസിഫിക് ഇൻ നേച്ചർ ആൻഡ് റിലേറ്റഡ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഡിഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തിച്ചേരാനും ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ദെൻ തേർഡ് വൺ, എസ്റ്റിമേഷൻ മേ ബി ടേക്കൺ ആസ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്ഷൻ്റെ കേസിൽ testing of hypothesis is taken as deductive. Then last one, induction is a bottom up approach and deduction is a top down approach. Students, that's all for today. See you in next class. Thank you all.